ഹായ് ഹലോ. അപ്പോൾ വരൂ, നമ്മുടെ ബാക്കി സ്റ്റോറിയിലേക്ക് പോകാം. വികൃതിയായി പാഞ്ഞെടുക്കുന്ന തെന്നലിന്റെ ആഹ്ലാദത്തിൽ എൻ്റെ ചില്ലകൾ ചാഞ്ചാടുന്നു. അവയുടെ അന്തമില്ലാത്ത സന്തോഷ തിമിർപ്പിന്റെ ഇടയിൽ അവിടവിടെയായി പൂവുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എൻ്റെ കണ്ണുകൾക്കത് വിശ്വസിക്കാനായില്ല. ആ ഒരു നിമിഷം ഞാൻ തികച്ചും ധന്യയായി തീർന്നു. എന്തെന്നില്ലാത്ത സന്തോഷം, അതിര് കവിഞ്ഞ ആ സന്തോഷം എന്നെ ക്ഷമയുള്ള ഒരു അമ്മയാക്കി തീർത്തു. എൻ്റെ പൂവുകളെ ഞാൻ നിധി കാക്കുന്ന ഒരു ഭൂതത്തെ പോലെ കാത്തു. ഇളകിയാടി വരുന്ന തെന്നലിന്റെ മുന്നിൽ പോലും നിശബ്ദയായി ഒരു മിണ്ടാ പ്രാണിയെപ്പോലെ ഞാൻ നിന്നു. ഒരു പക്ഷേ അവൾക്കൊപ്പം ഞാനും നൃത്തം വെച്ച് വീശിയടിച്ചാൽ എൻ്റെ പൂവുകൾ, ഹോ, എനിക്കത് ഒട്ടും ഓർക്കാൻ കൂടി വയ്യ. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞപ്പോൾ പൂവുകൾക്കുള്ളിൽ നിന്നും ചെറിയ ചെറിയ കണ്ണിമാങ്ങകൾ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ അവയെ എൻ്റെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു. അങ്ങനെ എൻ്റെ സന്തോഷത്തിൻ്റെ അതിർവരമ്പുകൾ ഞാൻ പൊട്ടിച്ചു മാറ്റി. ഭൂമിയെ ഇരു കൈകളാൽ തൊഴുതു വണങ്ങി ആഹ്ലാദത്തെ വരവേറ്റു. ഊർജയോദ്ധാവിനെ ശിരസാൽ ആഗിരണം ചെയ്ത് നമസ്കാരം അർപ്പിച്ചു. ഇവയെല്ലാം പ്രകൃതിക്ക് അനുയോജ്യമായ ഈ ലോകത്ത് ഒരു അമ്മയായി തീർന്നതിൻ്റെ സന്തോഷ പ്രകടനങ്ങളായിരുന്നു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ദൂരെ നിന്നും കഥകളും നുണകളും ഒരുമിച്ച് ചവച്ചരച്ച് പുല്ലിനോടും പുൽച്ചാടിയോടും വഴക്കുണ്ടാക്കി പാഞ്ഞു വരുന്ന തെന്നൽ. എനിക്ക് അവളെ നന്നേ അറിയാമായിരുന്നു. ഒരു വികൃതിക്കാരിയാണവൾ. അവളുടെ വരവിൽ പന്തികേട് തോന്നിയ ഞാൻ ഒരുവിധം ശ്വാസം പിടിച്ചമർത്തി അനങ്ങാതെ നിന്നു. എൻ്റെ നിൽപ്പിന്റെ ലക്ഷ്യം മനസ്സിലാക്കി വന്ന അവൾക്ക് എനിക്ക് ചുറ്റും പതിയെ തെന്നി നീങ്ങി ചുവടുകൾ വെച്ചു. അവളുടെ ആ പരിഹാസമാർന്ന നൃത്തം എനിക്ക് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷെ എന്തു ചെയ്യാൻ, ഒരു മാതാവെന്നാൽ ക്ഷമയുള്ളവളും സഹനശക്തി ഉള്ളവളുമായിരിക്കണമല്ലോ. അതിനാൽ ഞാൻ എല്ലാം സഹിച്ചു. എൻ്റെ മൗനം അവളുടെ വലിയ വിജയമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അഹങ്കാരത്താൽ മതിമറന്നാടിയ അവൾ പ്രകൃതിയെ മൊത്തം വാരിച്ചുറ്റി കോളിളക്കം സൃഷ്ടിച്ചു. അതിലെനിക്ക് നഷ്ടമായത് എൻ്റെ ഉണ്ണികളെയായിരുന്നു. ഞെട്ടറ്റു വീണ ഉണ്ണികളെ നോക്കി നിശബ്ദമായി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. അങ്ങനെ ആ നിമിഷവും കടന്നുപോയി. എൻ്റെ മക്കളെല്ലാം പ്രകൃതിക്ക് അനുയോജ്യമായ ഫലങ്ങളായി ചുവന്നു തുടുത്തിരുന്നു. മൊത്തത്തിൽ ആകെ ഒരു ബഹളം. ഉറുമ്പിൻ കൂട്ടുകാർ എന്നിലൂടെ വളരെ വേഗത്തിൽ ഇഴഞ്ഞു കയറി. പക്ഷിബന്ധുക്കൾ കൈകൊട്ടി ആടിയും പാടിയും രസിച്ചു. മനുഷ്യരാകട്ടെ ഇളം തെന്നലിനെ ആസ്വദിച്ച് എന്നെ ചേർന്നു നിന്നു. അപ്പോഴാണ് വികൃതിക്കുട്ടനായ അണ്ണാറക്കണ്ണൻ എൻ്റെ ശിഖരങ്ങളിലൂടെ ചാടി മറിയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഇന്നത്തെയും ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.